തിങ്കളാഴ്ച രാവിലെയാണ് പൂവച്ചൽ സ്വദേശിയായ നിഷ വീടിനോട് ചേർന്നുള്ള കിണറ്റിലേക്ക് ചാടുന്നത്. വലിയ ശബ്ദം കേട്ട വീട്ടുകാർ പരിശോധിച്ചപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത്. തുടർന്ന് നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും സഹായത്തോടെ നിഷയെ പുറത്തെടുത്തെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. പിന്നാലെയാണ് പിതാവ് നാസർ മകളുടെ മരണത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയത്. ഭർത്തൃ വീട്ടുകാരുടെ നിരന്തരമായ പീഡനം കാരണമാണ് മകൾ ജീവനൊടുക്കിയതെന്നാണ് ആരോപണം. 3 വർഷങ്ങൾക്ക് മുൻപാണ് അരുവിക്കര സ്വദേശി ജാസിമിന് നിഷയെ വിവാഹം ചെയ്തു കൊടുക്കുന്നത്. സ്ത്രീധനമായി 40 പവൻ സ്വർണവും 3 ലക്ഷം രൂപയും 15 ലക്ഷം വിലമതിക്കുന്ന കാറും നൽകി. എന്നാൽ വിവാഹശേഷം ഒരു കാലിന് മുടന്തുണ്ടായിരുന്ന നിഷയെ ഭർത്തൃ വീട്ടുകാർ നിരന്തരം പീഡിപ്പിക്കാറുണ്ടായിരുന്നുവെന്ന് നാസർ ആരോപിക്കുന്നു. മകൾ ഇതിനെപ്പറ്റി പരാതിപ്പെട്ടെങ്കിലും കാര്യമായി എടുത്തിരുന്നില്ല. നിഷയെ സുഹൃത്തുക്കൾക്ക് മുന്നിലേക്ക് കൊണ്ടുപോകാൻ നാണക്കേടാണെന്നും സൗന്ദര്യമില്ലെന്നും പറഞ്ഞായിരുന്നു മർദ്ദനമെന്നാണ് നാസർ പറയുന്നത്. ഇതിനു മുമ്പ് നിരന്തരം എൻ്റെ പിള്ളേ അവിടെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവളിവിടെ ഒന്ന് പറയും. നിരന്തരം എൻ്റെ മോളിൽ നിന്ന് സേർക്കസിൽ നിന്ന് പടിക്കെട്ടി നിന്ന് താഴെ അടിച്ചിട്ടിട്ടുണ്ട്, മുകളിലിട്ട് അടിച്ചിട്ടുണ്ട്. നിരന്തരം ഞാൻ അവിടെ പോയപ്പോൾ എന്നെ കണ്ടിട്ടുണ്ട്. ഞാൻ എല്ലാം കണ്ടില്ല, ഞാൻ മോതാരെ കണ്ടിട്ടുണ്ട്. തള്ളയും അവനും അവൻ്റെ 2 സഹോദരിമാരും ഉണ്ട്. രണ്ട് കാറിനൊക്കെ തള്ളേൻ്റെ ഒന്ന് ഇതിൻ്റെ സഹോദരിമാർ തള്ളനെ പറഞ്ഞു, ഈ കാക്ക നീ അങ്ങനെയല്ല ഇങ്ങനെയല്ലേ, നിനക്ക് ഇത് മുണ്ടിയെ കിട്ടിയോളാം എന്നും പറഞ്ഞുകൊണ്ട്, സ്ത്രീധന പീഡനം എന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് തോനെ കിട്ടുവാനെന്നല്ല എന്ന് പറഞ്ഞുകൊണ്ട് സഹോദരി പറയും ഒരു സമയത്ത്. അതേസമയം നിഷയ്ക്ക് മാനസിക രോഗമുണ്ടെന്ന് സ്ഥാപിച്ചെടുക്കാനാണ് ഭർത്തൃ വീട്ടുകാരുടെ ശ്രമമെന്നും നാസർ പറയുന്നു. ഇത് സംബന്ധിച്ച് ഇവർ മുൻപ് പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിനുശേഷം സ്വന്തം വീട്ടിലേക്ക് നിഷ മകൾക്കൊപ്പം താമസം മാറിയതിനു ശേഷമായിരുന്നു ആത്മഹത്യ. സംഭവത്തിൽ നാസർ കാട്ടാക്കട പോലീസിൽ പരാതി നൽകി. സീ മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.